എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സണ്ണി ഡേ ആണ്, ഇന്ന് സൺഡേ ആണ്. ഇന്ന് നമുക്ക് ഒരു ബീച്ച്, ഇവിടുത്തെ ജോൺസ് ബീച്ച് പോയി ആസ്വദിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏകദേശം 6 മണി കഴിഞ്ഞു, സന്ധ്യ ആകാറായി. പക്ഷെങ്കിൽ നല്ല വെളിച്ചമാണ്, സൂര്യപ്രകാശം കൊണ്ട് ഇറങ്ങാൻ വയ്യ കടലിൻ്റെ അവിടോട്ട്. നമുക്കിന്ന് സീ സൈഡിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താം. നിങ്ങൾക്ക് കൂടിയൊക്കെ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ബീച്ച് ഡ്രസ്സും ഒക്കെ ഇട്ട് കുളിക്കാനുള്ള ഒരു സ്വിമ്മിങ് സൂട്ടും ഒക്കെ ആയിട്ട് ആണ് വന്നിരിക്കുന്നത്. ആൾക്കാരെല്ലാം കസേരയും ഇരിക്കാനുള്ള സാധനങ്ങളും എല്ലാമായിട്ട് കടൽ തീരത്തേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി, ഭയങ്കര നിറഞ്ഞ സന്തോഷത്തോടു കൂടി എല്ലാവരും പോവുകയാണ്. ഞങ്ങളുടെ കൊച്ചുമകളാണെങ്കിൽ അതിലും ഹാപ്പിയാണ്, ഞാനാണ് അതിനേക്കാളും ഹാപ്പിയാണ്. എല്ലാവരും വെള്ളത്തിലിറങ്ങാനുള്ള താല്പര്യത്തോടു കൂടിയാണ് പോകുന്നത്. ഇത് ബീച്ചാണ്, ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിഭയങ്കരമായ വെയിലാണ്. ഇന്നൊരു സണ്ണി ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാവരും കുടയൊക്കെ നിവർത്തി വെച്ച് അതിൻ്റെ അടിയിലായിട്ട് ഇരിക്കുകയാണ്. എല്ലാം വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ സ്വിമ്മിങ് ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങളും റെഡിയായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഒരു സൺഡേ കിട്ടിയതാണ്, ആകെ എല്ലാവർക്കും അവധി കിട്ടിയതും സമയം കിട്ടിയതുമായ ഒരു ദിവസമാണ്. ഇത് കണ്ടില്ലേ, കൊടി പാറിച്ചുകൊണ്ട് ഒരു ഗോവേണിപ്പടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കോസ്റ്റ് ഗാർഡും അതിൻ്റെ ആൾക്കാരൊക്കെ വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരെയും അവർ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താനും ഒക്കെ ആയിട്ട് അതിൻ്റെ ആൾക്കാർ ഡ്യൂട്ടിയിലുള്ളവർ നിൽക്കുകയാണ്. എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർ ഓടി ഇറങ്ങി വന്ന് അവർ ലൈഫ് ജാക്കറ്റും ഒക്കെ ഇട്ട് അവരെ രക്ഷിക്കും. എല്ലാവരും ആഹ്ലാദത്തിമുറപ്പോടുകൂടി വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയാണ്. അവരവിടെ നിന്നുകൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞങ്ങളും അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ച് പായൊക്കെ വിരിച്ചിട്ട് ഞങ്ങളിരുന്നു. ഞങ്ങളും കുളിക്കാനായിട്ട് തന്നെ തീരുമാനിച്ചിറങ്ങിപ്പോയതാണ്. വീട്ടിൽ നിന്ന് തന്നെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത്. ഭയങ്കര ചൂട് വെയിലാണ്, അതുകൊണ്ട് അതിൻ്റെയൊക്കെ വെച്ചവരൊക്കെ പോയത്. അല്ലെങ്കിൽ നോക്കാൻ പറ്റത്തില്ല, സൂര്യനിങ്ങനെ കാച്ചു നിൽക്കുകയാണ്. ആളുകളാകെ ഉള്ളൂ, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നമ്മുടെ കൊച്ചു നാൾ ഇതൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ വെള്ളത്തിലേക്ക്. ഒരു പേടിയുമില്ലെന്നുള്ളതാണ്. പുര വന്ന് ക്ലിപ്പ് ഒതുങ്ങുകയാണ്. നമ്മൾ പേടിച്ച് പോയി കടക്ക് വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിനൊക്കെ തന്നെ. നമുക്ക് വന്നിട്ട് യാതൊരു പേടിയുമില്ല. വെള്ളം കുടിച്ചോ എന്നറിയത്തില്ല. എന്നാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിരിക്കുന്നത്. എനിക്കാട്ടിലും അമ്മയെക്കാട്ടിലും എല്ലാം ഭയങ്കര ത്രില്ലോട് കൂടി വന്നിട്ടുണ്ട്. ഒരു ഈ സീ സൈഡിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സെറ്റ് സാധനം വാങ്ങിക്കൊണ്ട് അതിനകത്ത് മണ്ണ് വാരിയിടുന്നു, കളിക്കുന്നു. വേറൊരു ലോകത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ എന്നെ ഒന്ന് പിടിച്ചോണേ. അല്ല, എൻ്റെ വെള്ളം നനയാനൊക്കത്തില്ല, ഫോൺ വെള്ളം നനയാനൊക്കത്തില്ല, തെറിച്ച് വീഴും, കേടായി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി, ഇത് പിടിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് പോകണ്ട, ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ എല്ലാ മറ്റുള്ളവരെല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. അതിലാണ് ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. എനിക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ഇഷ്ടം. കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതും ആ ആംബുലൻസ് സന്ധ്യാസമയത്ത് വെള്ളത്തിലേക്ക് വന്ന് ഇറങ്ങിയില്ല. വരെ വന്നെങ്കിൽ എടുത്തോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തിരിച്ച് നോക്കിയാണ് ഞാൻ പോകുന്നത്. അവർ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഏകദേശം ഞങ്ങൾ 1 മണിക്കൂർ 1.5-2 മണിക്കൂറോളം അതിനകത്ത് ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് തിരിച്ചു വരികയാണ്. അപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. തിരിച്ചു വരാനായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു. വരുന്ന വഴി കരയ്ക്ക് കയറി എല്ലാം കുളിച്ചു, തുണിയെല്ലാം മാറി. ആകാശം കണ്ടില്ലേ, പക്ഷികളെല്ലാം പറന്ന് നടക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ചേക്കേറിയിട്ടില്ല. ഇത് അവിടുത്തെ ഒരു സ്തൂപമാണിത്. ഓക്കെ, അതും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ആ ഒരു സന്ധ്യാസമയമാണ്. എന്നാലും ട്രാഫിക്കൊന്നും അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇങ്ങ് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഇരുന്നില്ല. എല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ട് കയറി. കരയ്ക്ക് നിന്നുള്ള ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ടും ആ തിരയുടെ അവിടെ കിടന്നുകൊണ്ട് ഉല്ലസിച്ച് കളിച്ച് ചിരിച്ച് എല്ലാവരും എൻജോയ് ചെയ്തു. ദേഹമെല്ലാം വേദന എടുക്കുന്നു, എന്നാലും സാരമില്ല, ഞങ്ങളുടെ വണ്ടി വിട്ടു. അവിടെ നിന്ന് പോരുകയാണ്. ഇത് വരുന്ന വഴിക്ക് ഉള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആകാശത്തോട്ട് നോക്കിക്കേ, സൂര്യൻ്റെ പ്രഭ ഇപ്പോഴും മേഘങ്ങളിൽ തട്ടി ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു സ്തൂപമാണ് ഈ കാണുന്നത്.
അത് വരുന്ന വഴിക്ക് ഞാൻ കാറിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരെ നന്ദി.